പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സന്തോഷം പകരുന്ന ഒരു വാർത്തയായിരുന്നു നമ്മൾ രാവിലെ പറഞ്ഞത്. മലമ്പുഴയിൽ എപ്പോൾ വേണമെങ്കിലും മേൽക്കൂര തകർന്നു വീഴാൻ സാധ്യതയുള്ള ഒരു വീട് ആ, ആ, ദൃശ്യം നമ്മൾ കാണിച്ചു. ആ വീടിന് പകരം നല്ലൊരു വീട് നിർമ്മിച്ച് നൽകാമെന്നാണ് പാലക്കാട് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ പി.കെ. കൃഷ്ണദാസ് നമ്മളെ അറിയിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ് ഈ കുടുംബത്തിന്. കാരണം 4 പേരടങ്ങുന്ന ഒരു കുടുംബം എപ്പോൾ വേണമെങ്കിലും ഈ മേൽക്കൂര ഇടിഞ്ഞ് അവരുടെ മുകളിലേക്ക് വീഴാം എന്ന ആശങ്കയിൽ ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ വാർത്ത ഇന്ന് രാവിലെ 24 സംപ്രേഷണം ചെയ്ത് ഇതിൻ്റെ ഒരു ബിഗ് ഇമ്പാക്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. പാലക്കാട് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാൻ ഡോക്ടർ പി.കെ. കൃഷ്ണദാസ് ഈ കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ച് നൽകാം, എത്രയും വേഗം നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഡോക്ടർ കൃഷ്ണദാസ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ പി.കെ. കൃഷ്ണദാസ്, താങ്ക് യു ഫോർ യു. ഡോക്ടർ പി കൃഷ്ണദാസ് ആണ്. എന്തായാലും താങ്കൾക്ക് നന്ദി. വലിയ വിശാല മനസ്കതയാണ് താങ്കൾ കാണിച്ചത്. അപ്പം എങ്ങനെയായിരിക്കും താങ്കളുടെ മനസ്സിലെ പ്ലാൻ? എപ്പോഴായിരിക്കും വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുക? എത്ര മാസത്തിനകമായിരിക്കും അത് സംഭവിക്കുക? അങ്ങനെയുള്ള കാര്യം കൂടി പ്രേക്ഷകരോട് പങ്കുവച്ചാൽ ഞങ്ങൾ കൃതാർത്ഥരായി. രാവിലെ ഇത് വളരെ പെട്ടെന്നായിരുന്നു കാര്യം. ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടപ്പോഴാണ് ഇത് അറിഞ്ഞത്. കണ്ടപ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു വിഷമം തോന്നി. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു ഫ്ലെക്സിന്റെ ഒരു ഷീറ്റ് ഇട്ടിട്ടാണ് ആ വീട് കവർ ചെയ്ത് കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് വളരെ അപകടം പിടിച്ച നിലയിലാണെന്ന്. അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തതും എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ 2 ദിവസത്തിനകത്ത് അവിടെ സന്ദർശിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവരെ ഒരു 90 ദിവസത്തിനകത്ത് വീട് വെച്ച് കൊടുക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയൊന്നും ഇല്ലെങ്കിൽ പ്രത്യേകിച്ചും 90 ദിവസത്തിന് മുന്നേ തന്നെ അവർക്ക് വീട് പണിത് ആ കീ ഉൾപ്പെടെ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രവർത്തനങ്ങൾ ഏത് കാലഘട്ടത്തിലും എവിടെ പ്രശ്നങ്ങൾ കണ്ടാലും ഇടപെടുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങൾ ഇടപെടാറുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ ആ കാര്യത്തിൽ. എന്തായാലും അത് 24 ചാനല് റിപ്പോർട്ട് ചെയ്യും. അത് വന്നതും തീർച്ചയായും ദൈവാനുഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ആ പാവപ്പെട്ട കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഓക്കെ താങ്ക് യു കൃഷ്ണദാസ്. താങ്കളൊന്ന് ടെലിഫോണിൽ നിൽക്കണം. ഞങ്ങളുടെ പ്രതിനിധി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത നിഖിൽ പ്രമേഷ് കൂടി പാലക്കാട് നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ പ്രമേഷ്, ഡോക്ടർ പി കൃഷ്ണദാസ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. നിഖിൽ പ്രമേഷ്, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പോൾ ആ വീട്ടിലാണുള്ളത്. രജനിയുടെയും വിജയാനന്ദൻ്റെയും വീട്ടിലാണുള്ളത്. അവരെ നമ്മൾ ഈ സന്തോഷ വാർത്ത അറിയിച്ചിട്ടില്ല. അവരോട് ഈ കാര്യം നമ്മൾ ആദ്യം തന്നെ പറയുന്നു. അതിനുശേഷം ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്നെ നേരിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് കരുതുകയാണ്. ചേച്ചി, ഇന്നലെ ഞങ്ങളുടെ വന്നപ്പോൾ ഞാൻ കണ്ടത് നിങ്ങളുടെ വലിയ വേദനയും കണ്ണീരും ഒക്കെ ആയിരുന്നു. നിങ്ങളുടെ ഈ മകൻ്റെ വാക്കുകളാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകളെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുള്ളത്. ഇപ്പോൾ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാൻ അദ്ദേഹം നിങ്ങൾക്കൊരു വീട് വെച്ച് തരാമെന്ന് പറയുകയാണ്. എന്താണ് അദ്ദേഹത്തോട് പറയാനുള്ളത്? എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും സന്തോഷമുണ്ട്, അതിയായ സന്തോഷമുണ്ട്. എൻ്റെ മക്കളായിട്ട് എനിക്ക് സന്തോഷത്തിൽ കിടക്കാമല്ലോ. അത്രയും സന്തോഷമുണ്ട്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. വാക്കുകൾ എനിക്കില്ല പറയാൻ. അത്രയും ഇന്നലെ ഈ മോൻ്റെ ഈ കുട്ടപാടാ, ഇന്നലെ ഇവൻ്റെ വാക്കുകളാണ് സത്യം പറഞ്ഞാൽ എസ്കേൻ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. കാരണം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. നീ എന്നോട് പറഞ്ഞില്ലേ എനിക്ക് പഠിക്കാനും കിടന്നുറങ്ങാനും ഒരു വീട് വേണമെന്ന്? കൃഷ്ണദാസ് പറഞ്ഞൊരു സാറ്, ഒരു ഡോക്ടർ കൃഷ്ണദാസ് പറഞ്ഞ സാറ് നിങ്ങൾക്ക് വീട് വെച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷമായി എനിക്ക്? നീ പറഞ്ഞില്ലേ മഴയാവുമ്പോ എനിക്ക് പേടിയാവും ഇവിടെ ഇരിക്കാൻ തോന്നുന്നു. എനിക്ക് ഇവിടെ കൂടുതൽ പേടി. അവിടെയാണ് പേടിയില്ല. ഇവിടെയാണ് അച്ഛനൊക്കെ കിടക്കുക. അച്ഛന് ഇവിടെ പേടിയില്ലേ? അപ്പൊ അച്ഛൻ ഇത് പൊളിഞ്ഞു വീണ അച്ഛൻ പറയും എങ്ങനെ പൊളിഞ്ഞു വീണെന്ന്. അങ്ങനെ പറയാ. അച്ഛന് പേടിയില്ല ഇവിടെ കിടക്കാൻ. അച്ഛൻ വലിയ ആളല്ലേ, നീ ചെറിയ ആളല്ലേ, അപ്പൊ നിനക്ക് പേടി ഉണ്ടാവില്ലേ? പേടിക്കണ്ട കേട്ടോ. ഇനി 90 ദിവസത്തിനകം വീട് വെച്ചേരാന്ന് കൃഷ്ണ സാറ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് വേണമെങ്കിൽ ഒരു താങ്ക്സ് പറഞ്ഞോ? എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഡോക്ടർ പി കൃഷ്ണദാസ് ഇപ്പം ടെലിഫോൺ ലൈനിൽ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു നന്ദി നമ്മൾ വീണ്ടും പറയുന്നു. അതോടൊപ്പം ഈ കുടുംബത്തോട് അങ്ങ് പറയാനുള്ള കാര്യം കൂടി പറഞ്ഞാൽ അവർ കേൾക്കും. അതുപോലെ നമ്മുടെ റിപ്പോർട്ട് ചെയ്ത നിഖിൽ പ്രമേഷും ഈ കാര്യം കേൾക്കുന്നുണ്ട്. അവർ അടുക്കളയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ വിഷമം തോന്നും. പറയൂ ഡോക്ടർ കൃഷ്ണദാസ്. എന്തായാലും നാളെയോ മറ്റന്നാളോ ആയി ഞങ്ങളുടെ ആളുകൾ അവിടെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്ത് എത്രയും പെട്ടെന്ന് പണി ആരംഭിച്ച് അവർക്ക് നല്ലൊരു വീട് ഒരു 3 മാസത്തിനുള്ളിൽ കീ ഉൾപ്പെടെ ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് വിഷമത അനുഭവിക്കുന്ന ആളുകളുടെ കൂടെ ഇടപെട്ട് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ എന്നും സന്തോഷമുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് 50 വർഷം കഴിഞ്ഞ പ്രസ്ഥാനമാവുന്നതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടുന്ന ആളുകളാണ്. തീർച്ചയായും ഇവരെ ഞങ്ങൾ കഴിയുന്ന രീതിയിൽ എല്ലാവിധ സഹായങ്ങളും ഇവർക്ക് നൽകും. താങ്കൾ കൂടി ഈ കുടുംബത്തെ വരും ദിവസങ്ങളൊന്ന് സന്ദർശിക്കണമെന്ന് നമുക്ക് റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ താങ്കളോട് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഗുഡ് മോർണിംഗ് ഡോക്ടർ കൃഷ്ണദാസ്. അതാ ഞാൻ പറയാൻ വിട്ടുപോയത്. ഓക്കെ, താങ്ക് യു.
എന്തായാലും വളരെ ആശ്വാസകരമായ സന്തോഷകരമായ ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. ഈ കുടുംബത്തിന് എന്തായാലും നല്ല അടച്ചുറപ്പുള്ള നല്ല ഒരു സുരക്ഷിതമായ വീട് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിർമ്മിച്ച് കൊടുക്കും. ഇപ്പോൾ ഇനി അവർക്ക് ആശങ്കപ്പെട്ട് ആ മേൽക്കൂരയ്ക്ക് കീഴിൽ കഴിയേണ്ട സാഹചര്യമില്ല.